ഇനി നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി നോക്കാം. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഒരേ സമയം 4 ഡിവൈസിൽ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 7 ലക്ഷത്തോളം സാമ്പിൾസ് അവർ 20,000 മണിക്കൂറോളം ട്രെയിൻ ചെയ്യിച്ചിട്ടാണ് അവർ പ്രൊഫൈൽ അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. VHS സ്റ്റുഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോയ മൈക്ക് 2 പറ്റിയാണ്. നമുക്ക് തന്നെ പറയട്ടെ, ഇതൊരു തരത്തിലും ഒരു സ്പോൺസർഡ് വീഡിയോ അല്ല. ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിൽ നിന്നുള്ള ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. റോഡ്, DJI, ഹോളിലാൻഡ് മുതലായ വമ്പന്മാർ അടക്കി വാഴുന്ന മാർക്കറ്റിലേക്ക് ബോയ അവരുടെ പുതിയ മൈക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ AI പവേർഡ് നോയ്സ് ക്യാൻസലേഷനുള്ള മിനി വയർലെസ് മൈക്ക് എന്നുള്ള രീതിയിലാണ്. ഈ മൈക്കിൽ അവരൊരു AI ചിപ്പ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ചിപ്പിനെ ഒരു 7 ലക്ഷത്തോളം നോയ്സ് പ്രൊഫൈലുകൾ 20,000 മണിക്കൂറോളം ട്രെയിൻ ചെയ്യിച്ചിട്ടാണ് അവർ ഈ പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. ഇനിയും ഈ മൈക്കിൻ്റെ കുറച്ച് ടെസ്റ്റ് സാമ്പിൾസ് നോക്കാം. ആ മൈക്കിൽ നിന്ന് ഔട്ട് എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത്. ഒരു ഫെയർ കമ്പാരിസൺ ലഭിക്കാൻ വേണ്ടി എല്ലാ ടെസ്റ്റിലെയും വോളിയം ലെവൽസ് നമ്മൾ ഈക്വൽ ആക്കിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് സാമ്പിൾ കേൾപ്പിക്കുന്നത്. അല്ലാതെ വേറെ യാതൊരു ഓഡിയോ ആൾട്രേഷനോ നമ്മൾ ഫിൽട്രേഷനോ ഒന്നും നമ്മൾ ഈ ടെസ്റ്റ് സാമ്പിളിൽ ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോയ മൈക്ക് 2 നിന്നുള്ള ഓഡിയോ ആണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത അതേ സ്റ്റുഡിയോ സെറ്റപ്പിലാണ്. ഇപ്പോൾ നമുക്ക് AC വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ടേബിൾ ഫാനും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ് മൈക്കിൻ്റെ. അപ്പോൾ അതിൽ കൂടുതലുള്ള ഓഡിയോ ആണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി നോക്കാം. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ AC-യും ഫാനും വർക്ക് ചെയ്യുന്നുണ്ട്. അതേ അവസരത്തിൽ തന്നെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയ ശേഷമുള്ള ഓഡിയോയുടെ ക്വാളിറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് അത്യാവശ്യം തിരക്കുള്ള റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സും ഉണ്ട്. ഇപ്പം ബോയ മൈക്കിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ്. അങ്ങനെയുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുള്ള വീഡിയോ നോക്കാം. ഇപ്പോൾ നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വന്ന വ്യത്യാസം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ബോയ മൈക്ക് 2 നോയ്സ് ക്യാൻസലേഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ളൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ടുള്ള ഓഡിയോ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഒന്ന് ഓൺ ആക്കി നോക്കാം. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുള്ള ഓഡിയോയുടെ ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പൂർണ്ണമായിട്ട് ഒഴിവാകുന്നില്ലെങ്കിൽ പോലും മറ്റു മൈക്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ബോയ മൈക്ക് 2 സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഔട്ട്ഡോറിലൊക്കെ അത്യാവശ്യം നോയ്സ് ഉള്ള സാഹചര്യത്തിൽ ഷൂട്ട് ചെയ്യുന്നവർക്ക് ഈ ബോയ മൈക്ക് 2 വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു ഫീച്ചറാണ് മൾട്ടി റിസീവർ കണക്ടിവിറ്റി. അതായത് ഒരു മൈക്കിന് 4 റിസീവറുകളിലേക്ക് വരെ ഒരേ സമയം കണക്റ്റായി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതായത് ഒരു മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ 4 റിസീവറും 4 ഡിവൈസിൽ കണക്ട് ചെയ്ത് ഒരേ സമയം 4 ഡിവൈസിൽ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു കണ്ടന്റ് ക്രിയേറ്റർ ഒരേ സമയത്ത് തന്നെ പല പ്ലാറ്റ്ഫോമിലേക്ക് സ്ട്രീം ചെയ്യുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ അതുപോലെ ടൈം കോഡിന് പകരം സൗണ്ട് ഉപയോഗിച്ച് സിങ്ക് ചെയ്യുന്ന അവസരത്തിലും ഇതിൻ്റെ സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ കാലത്ത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ഫീച്ചർ ആണെങ്കിൽ പോലും ഈ മൈക്കിൽ അവർ 32 ബിറ്റ് ഇൻറ്റേർണൽ റെക്കോർഡിംഗ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡൈനാമിക് റേഞ്ച് വരുന്നത് 1528 dB ആണ്. 32 ബിറ്റ് ഫ്ലോട്ട് റെക്കോർഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി അധികം ധാരണയില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അത് നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ റോ ഉപയോഗിക്കുന്ന പോലെയാണ്. അതായത് കൂടുതൽ ലൈറ്റായും കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയും നമുക്ക് 32 ബിറ്റ് ഫ്ലോട്ട് ഫയലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യുന്ന അവസരത്തിൽ വോളിയം കുറവുള്ളതോ വോളിയം കൂടിയതോ ആയ സൗണ്ടിനെ നമുക്ക് നോയ്സ് അധികം ഇൻട്രൊഡ്യൂസ് ചെയ്യാതെയും ക്വാളിറ്റി അധികം നഷ്ടപ്പെടാതെയും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് 32 ബിറ്റ് ഫ്ലോട്ട് ഫയൽ വഴി നമുക്ക് സാധിക്കുന്നതാണ്. ഓരോ ട്രാൻസ്മിറ്ററിലും ഇൻറ്റേർണലായിട്ട് 8 GB വരെ സ്റ്റോറേജ് അവർ കൊടുത്തിരിക്കുന്നു. ഇത് ഉപയോഗിച്ച് നമുക്ക് 15 മണിക്കൂറോളം 24 ബിറ്റിലുള്ള ഫയൽ റെക്കോർഡ് ചെയ്യാനും 10 മണിക്കൂറോളം 32 ബിറ്റ് ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്ലിപ്പിംഗ് ഒഴിവാക്കാനായിട്ട് 3 സേഫ്റ്റി ഫീച്ചേഴ്സ് അവർ ഈ മൈക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്,
ലിമിറ്റർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ലിമിറ്റർ ഓൺ ആക്കുകയാണെങ്കിൽ ഗെയിനിനെ ലിമിറ്റ് ചെയ്തിട്ട് ക്ലിപ്പിംഗ് ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ ഓട്ടോ ഗെയിൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൗണ്ടിൻ്റെ ലെവൽ അനുസരിച്ച് ഈ മൈക്കിൻ്റെ ഗെയിൻ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി ട്രാക്കും എനേബിൾ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ വോളിയം വന്നിട്ട് ക്ലിപ്പായി പോയി കഴിഞ്ഞാൽ ഈ സേഫ്റ്റി ട്രാക്കിൽ നിന്ന് നമുക്ക് ആ പോർഷൻ എടുത്തിട്ട് നമുക്ക് ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ വരുന്നത് ഒരു 6mm ഉള്ള ഒമ്നി ഡയറക്ഷണൽ കണ്ടൻസർ മൈക്രോഫോണാണ്. ഒമ്നി ഡയറക്ഷണൽ എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനിൽ നിന്നും ഒരേപോലെ സൗണ്ടിനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസീവിങ് പാറ്റേണാണ് നമ്മൾ ഒമ്നി ഡയറക്ഷണൽ എന്ന് പറയുന്നത്. അതുപോലെ ഈ ട്രാൻസ്മിറ്ററിൻ്റെ സാമ്പിളിംഗ് റേറ്റ് 48 kHz ട്രാൻസ്മിഷൻ ബിറ്റ് ഡെപ്ത് 24 ബിറ്റുമാണ്. അതേസമയം ഇൻറ്റേർണൽ റെക്കോർഡിംഗ് നമുക്ക് 32 ബിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 24 ബിറ്റ് ഡെപ്തിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 20 Hz മുതൽ 20 kHz വരെയുള്ള ഫുൾ ഓഡിയബിൾ റേഞ്ച് ഇത് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വരുന്നത് >90 dB ആണ്. അതുപോലെ ഈ ട്രാൻസ്മിറ്റർ യൂണിറ്റിൻ്റെ വെയിറ്റ് വരുന്നത് 20.5 ഗ്രാമാണ്. ഈ ട്രാൻസ്മിറ്ററിൻ്റെ ബാറ്ററി ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് നോയ്സ് ക്യാൻസലേഷനും ഇൻറ്റേർണൽ റെക്കോർഡിങ്ങും ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 9 മണിക്കൂർ വരെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നതാണ്. എന്നാൽ നോയ്സ് ക്യാൻസലേഷനും ഇൻറ്റേർണൽ റെക്കോർഡിങ്ങും ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ 6 മണിക്കൂർ വരെ ഒറ്റ ചാർജിൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ വയർലെസ് കണക്ടിവിറ്റിയുടെ കാര്യം വരുമ്പോൾ ഇതിൽ വരുന്ന കണക്ടിവിറ്റിയുടെ റേഞ്ച് 300 meters ആണ്. അതുപോലെ നമുക്ക് ഈ ട്രാൻസ്മിറ്ററിൻ്റെ ഫിസിക്കൽ ഡിസൈൻ നോക്കാം. ഈ ബയോമൈക്ക്2ൻ്റെ ഡിസൈൻ ഏറെക്കുറെ DJI Mic 1 അല്ലെങ്കിൽ Mic 2ൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനാണ്. ഇതിൻ്റെ സൈസും വെയിറ്റും DJI Mic 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതുപോലെ മൈക്കിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ടോപ്പിൽ ഒരു 3.5mm എക്സ്റ്റേണൽ ലാവ്ലിയർ മൈക്ക് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇതേ സ്ലോട്ടിൽ തന്നെയാണ് നമുക്ക് വിൻഡ്ഷീൽഡും കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു LED ഇൻഡിക്കേഷൻ ഉണ്ട്. അത് ബ്ലൂവിൽ ബ്ലിങ്ക് ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം ഇത് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആണെന്നുള്ളതാണ്. നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുന്ന അവസരത്തിൽ ഇത് ഗ്രീൻ കളറിലേക്ക് മാറുന്നതാണ്. ഇനി നമുക്കൊരു പവർ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നോയ്സ് ക്യാൻസലേഷൻ്റെ ബട്ടണും ഇവിടെ വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ റെക്കോർഡിംഗ് എനേബിൾ ചെയ്യാനായിട്ടുള്ള ഒരു റെക്കോർഡ് ബട്ടണും ഇവിടെ വരുന്നുണ്ട്. നമ്മൾ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ഇവിടെയുള്ള LED റെഡിൽ നമുക്ക് കത്തുന്നതാണ്. നമുക്ക് ഷട്ടിലൊക്കെ ഇത് പിടിപ്പിക്കാനായിട്ട് നമുക്കൊരു ബെൽറ്റ് ക്ലിപ്പ് പോലത്തെ ക്ലിപ്പ് വരുന്നുണ്ട്. ഇനി അഥവാ ടീഷർട്ടിലാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു മാഗ്നറ്റും വരുന്നുണ്ട്. ഇതിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്കൊരു USB-C പോർട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ള ടെർമിനലുകൾ ഇതിൻ്റെ ചാർജിങ് കേസിനുള്ളിൽ ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ ചാർജ് ചെയ്യാനുള്ള കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ 4 മെറ്റൽ പോയിൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇതോടൊപ്പം വരുന്ന റിസീവറിലേക്ക് വരികയാണെങ്കിലും ഈ റിസീവറും DJI Mic 2ൻ്റെ റിസീവറുമായിട്ട് ഏറെ ഫിസിക്കലി സാമ്യമുള്ള തരം ഒരു റിസീവറാണ്. ഷേപ്പ് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതിനൊരു 1.1 inch AMOLED ഡിസ്പ്ലേ ഉണ്ട്. അതോടൊപ്പം തന്നെ അതൊരു ടച്ച് സ്ക്രീനുമാണ്. നമുക്ക് ഈ ട്രാൻസ്മിറ്ററിൻ്റെ റിസീവറിൻ്റെ ഫീച്ചേഴ്സും സെറ്റിങ്സും എല്ലാം നമുക്ക് ഈ ടച്ച് സ്ക്രീൻ ഉപയോഗിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ടോഗിൾ സ്വിച്ച് കം ഡയൽ വരുന്നുണ്ട്. ഇത് വെച്ചിട്ടും നമുക്ക് സെറ്റിങ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ട്രാൻസ്മിറ്ററിൻ്റെ സെറ്റിങ്, റിസീവറിൻ്റെ സെറ്റിങ്സ്, അതുപോലെ ജനറൽ സെറ്റിങ്സ് എല്ലാം ഈ ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. ഇതൊരു ഫോണിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ലാപ്പിലേക്കോ ഒന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സെറ്റിങ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് റിസീവർ വഴി തന്നെ ഇതിൻ്റെ ഗെയിൻ സെറ്റിങ്സ്, മറ്റുള്ള സെറ്റിങ്സ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഓഡിയോ ലെവലും ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ 32 ബിറ്റ് നോയ്സ് ക്യാൻസലേഷൻ ഇതൊക്കെ ആക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് തന്നെ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു USB-C കണക്ഷൻ ഉണ്ട്. നമുക്കൊരു ലാപ്ടോപ്പിലേക്ക് വല്ലതും കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. ഒരു മൊബൈൽ ഡിവൈസസിലേക്കാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അതോടൊപ്പം ഈ ഡിവൈസിനോടൊപ്പം തന്നെ നമുക്കൊരു അഡാപ്റ്റർ വരുന്നുണ്ട്. അഡാപ്റ്റർ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫിക്സ് ആവുന്നതാണ്. ഇനി നമുക്കൊരു ലൈൻ ഔട്ട് വരുന്നുണ്ട് റിസീവറിൽ നിന്ന്. അതുപോലെ തന്നെ നമുക്കൊരു റിയൽ ടൈം മോണിറ്ററിങ്ങിനായിട്ട് ഒരു ഹെഡ്ഫോൺ ഔട്ടും വരുന്നുണ്ട്. ഈ ചാർജിങ് കേസിൽ നമുക്ക് 2 ട്രാൻസ്മിറ്റേഴ്സും ഒരു റിസീവറും അതുപോലെ തന്നെ ഒരു അഡാപ്റ്ററും നമുക്ക് ഇതിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ ചാർജിങ് കേസിൻ്റെ വെയിറ്റ് വരുന്നത് 176 ഗ്രാമും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു 2900 mAh ഒരു ബാറ്ററിയും ഉണ്ട്. നമുക്കൊരു USB-C പോർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കേസിനെയും അതിനുള്ളിൽ ഉള്ള ഡിവൈസുകളെയും നമുക്ക് ഒരേപോലെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്.
ബോയ സെൻട്രൽ എന്നുള്ളൊരു ആപ്പ് ഉപയോഗിച്ചാണ് നമുക്ക് ഈ ഡിവൈസ് നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ മൈക്കിലുള്ള എല്ലാ സെറ്റിങ്സും നമുക്ക് ഈ ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ മൈക്കിൻ്റെ ഗെയിൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. മൈക്കിൻ്റെ ലെവൽ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് 2 ട്രാൻസ്മിറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഈ ആപ്പിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് വീക്ക് നോയ്സ് ക്യാൻസലേഷൻ, അതായത് -15 dB നോയ്സ് ക്യാൻസലേഷനും സ്ട്രോങ് ആയിട്ടുള്ള 14 dB നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ഇൻറ്റേർണൽ റെക്കോർഡിംഗ് നമുക്ക് ഈ ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ റിസീവറിൻ്റെയും ട്രാൻസ്മിറ്ററിൻ്റെയും ഫേംവെയർ അപ്ഡേറ്റും നമുക്ക് ഈ മൊബൈൽ ഡിവൈസ് വഴി ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ബോയ മൈക്ക് 2 നമുക്ക് 3 വേരിയൻസിൽ അവൈലബിൾ ആണ്. വേരിയൻറ്റ് 1, വേരിയൻറ്റ് 2, വേരിയൻറ്റ് 3. നമ്മുടെ കയ്യിലുള്ളത് വേരിയൻറ്റ് 1 ആണ്. നമ്മുടെ വേരിയൻറ്റ് 1 വരുന്നത് ചാർജിങ് കേസ് ഉണ്ട്, നമുക്ക് 2 ട്രാൻസ്മിറ്റേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് 2 മാഗ്നറ്റ്സ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് 2 ലാവ്ലിയർ മൈക്ക് വരുന്നുണ്ട്, 2 വിൻ മഫ്സ് വരുന്നുണ്ട്, 2 മൈക്ക് ക്ലിപ്പുകൾ, അതുപോലെ ഒരു USB-C to USB-C കേബിളും, അതുപോലെ തന്നെ ഒരു 3.5 mm TRS to TRS കേബിളും വരുന്നുണ്ട്. അത് ഞാനിപ്പം ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റാത്തത്. അതോടൊപ്പം തന്നെ നമുക്ക് റിസീവർ യൂണിറ്റും നമുക്കൊരു USB-C അഡാപ്റ്ററും വരുന്നുണ്ട്. ഇനി നോക്കി ഇതെല്ലാം അവിടെ ക്യാരി ചെയ്യാനായിട്ട് ഒരു ബോയയുടെ ഒരു പൗച്ചും ഇതോടൊപ്പം ലഭിക്കുന്നതാണ്. ഈ വേരിയൻറ്റ് 1 എന്ന് പറയുന്നതാണ് ഈ 3 വേരിയൻസിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത്. കോസ്റ്റ്ലി എന്ന് പറയുമ്പോഴാണെങ്കിലും മറ്റുള്ള ബ്രാൻഡുകളുടെ സിമിലർ ആയിട്ടുള്ള മൈക്കുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മൈക്ക് സിസ്റ്റമാണ് നമുക്ക് ബോയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വേരിയൻറ്റ് 1 വരുന്ന പ്രൈസ് $204 ആണ്. ഇനി വേരിയൻറ്റ് 2 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ്. അതിൽ നമുക്ക് 2 ലാവ്ലിയർ മൈക്ക് അതിൽ വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അതുപോലെ ഈ വേരിയൻറ്റ് 2 വരുന്ന പ്രൈസ് $184 ആണ്. ഇനി ഇതിൻ്റെ ഏറ്റവും ചീപ്പറായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വേരിയൻറ്റ് 3 ആണ്. അതിൽ ബേസിക്കലി നമുക്ക് ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും മാത്രമേ വരുന്നുള്ളൂ. അതിനോടൊപ്പം ഒരു ചാർജിങ് കേസ് വരുന്നില്ല. അതിന് പകരമായിട്ട് അവരൊരു USB-A to USB-C ഔട്ടുള്ളൊരു കേബിളാണ് അവരത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് വരുന്ന വില $103 ആണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെറ്റിങ്സും എല്ലാം ഈ 3 വേരിയൻസിൽ സെയിം ആണ്. ഇതിനോടൊപ്പം വരുന്ന ആക്സസറീസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ 3 വേരിയൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ പ്രോസായിട്ട് പറയാനാണെങ്കിൽ ഈ AI നോയ്സ് ക്യാൻസലേഷൻ ഒരു നല്ല ഫീച്ചറാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നോയ്സ് എന്താണെന്ന് മനസ്സിലാക്കി അത് എത്രത്തോളം നോയ്സ് ക്യാൻസലേഷൻ വേണമെന്നൂടെ മനസ്സിലാക്കി അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓഡിയോ പ്രോസസ്സിങ്ങിൻ്റെ സൈഡിൽ നമുക്ക് ഒത്തിരി നമ്മുടെ എഫേർട്ട് കുറയ്ക്കുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ 7 ലക്ഷത്തോളം സാമ്പിൾസ് അവർ 20,000 മണിക്കൂറോളം ട്രെയിൻ ചെയ്യിച്ചിട്ടാണ് അവർ പ്രൊഫൈൽ അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂച്ചറായിട്ട് വരുന്ന ഫേംവെയർ അപ്ഡേറ്റ്സിൽ അവർ കൂടുതൽ സാമ്പിൾസ് ആഡ് ചെയ്യുമെന്നും കൂടുതൽ ഇംപ്രൂവൈസ് ചെയ്യുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൾട്ടി റിസീവർ കണക്ടിവിറ്റിയാണ്. അത് ആക്ച്വലി നമ്മൾ പല സെറ്റിലും നമുക്ക് അതൊരു വളരെ നല്ലൊരു ഫീച്ചറാണ്. ഒരു മൈക്ക് തന്നെ ഒരു ടാലൻറ്റിൻ്റെ കയ്യിൽ ഒരു മൈക്ക് നമുക്ക് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസിൽ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് തന്നെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ റെക്കോർഡ് ചെയ്യേണ്ടി വരുന്ന അവസരത്തിൽ ചിലപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ മൈക്ക് ടാലൻറ്റിന് കയ്യിൽ കൊടുക്കേണ്ടി വരും. ആ സാഹചര്യം നമുക്ക് ഇതിൽ കൂടെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ്. ഇതിനോട് കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് അവർ ഈ മൈക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയുമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ നന്ദി, നമസ്കാരം.